സൂരജ് പറഞ്ഞതിന് തർക്കിക്കാൻ നിൽക്കാറുണ്ട്. കാര്യങ്ങൾ എന്താ മനസ്സിലാക്കി? എന്റെ കുട്ടീനെ മലയാളം മീഡിയത്തിലാക്കണം എന്ന് പറഞ്ഞതിന് പല കാര്യങ്ങളും ഉണ്ട്. എന്ത് കാര്യം ഉണ്ടായാലും ശരി, എന്റെ മോൻ ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിക്കൂ. ഈ പറഞ്ഞത് തന്നെ പിന്നെ അതന്നെ പാടിക്കൊണ്ടിരിക്കല്ലേ. അങ്ങനത്തെ ഒരു വർത്താനം വേണ്ട. കോളേജിലൊക്കെ പോകുമ്പോഴേ എല്ലാം ഇംഗ്ലീഷിലായിരിക്കും. ഇംഗ്ലീഷിൽ വെച്ചാൽ വേറെ പഠിപ്പിക്കാനുള്ള പല മാർഗങ്ങളും ഇവിടെ ഉണ്ട്. അല്ലാണ്ട് മലയാളം മീഡിയത്തിൽ പഠിക്കുമ്പോ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു ഇടവൈകലും കാര്യങ്ങളൊന്നും വേറെ എവിടെയും കിട്ടൂല ആണ് ഈ പറയണേ. ഈ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഇടപെടലൊക്കെ കിട്ടിയില്ലേ മലയാളം എടുത്തുന്നത്? അത് മതി. അപ്പൊ അതന്നെ ഞാനും പറഞ്ഞേ, 4ാം ക്ലാസ് വരെ പഠിച്ചൊരു കുട്ടീനെ പിന്നെ ഈ അടക്ക് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാക്കണതിന്റെ കാര്യം എന്താ? ഇംഗ്ലീഷ് അറിയില്ല, അതന്നെ. ഇംഗ്ലീഷ് നല്ലോണം പറയുവാണോ എഴുതോ വേണോ? അതെ, അനക്ക് മലയാളം മീഡിയത്തിൽ പഠിക്കാനാണോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനാണോ ഇഷ്ടം? മലയാളം മീഡിയത്തിൽ. കണ്ടോ, കുട്ടീനെ ഇഷ്ടം നോക്കണ്ടേ? എന്താണ് നിന്റെ ഇഷ്ടം? ഇംഗ്ലീഷ് മീഡിയത്തിൽ. അജ്ജ് കുട്ടീനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ്. നിങ്ങള് കുട്ടീനെ വെച്ചിട്ട് വോളിബോൾ കളിക്കല്ലോ. അല്ലാണ്ട് പിന്നെ ഞാൻ പറഞ്ഞതിന് ഒരു വില വെക്കില്ല പറഞ്ഞ പിന്നെ എന്ത് വർത്താനം പറഞ്ഞത്? അനക്ക് മനസ്സിലാവില്ല, അനക്ക് ലോകാവസാനം വരെ മനസ്സിലാവില്ല. ഇത് ഈ കാര്യം മനസ്സിലാക്കിക്കോ. ഞാൻ എന്റെ കുട്ടീനെ മലയാളം മീഡിയത്തിൽ അല്ലാതെ സമ്മതിക്കില്ല. ചേച്ചി അധ്വാനിച്ച് കായ് കൊണ്ട് കൊടുക്കേണ്ടി വരും. ഞാൻ അധ്വാനിക്കണ കായ് കൊണ്ട് മലയാളം മീഡിയത്തിലെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഞാനാണ് തീരുമാനിക്കണത്. ഈ ആദ്യമായിട്ടും അവസാനമായിട്ടും ചോദിക്കാൻ കണ്ട ഞാൻ മലയാളം മീഡിയത്തിൽ എന്റെ കുട്ടീനെ പഠിപ്പിക്കുള്ളൂ. അതിൽ വേറെ ഇനി വർത്താനല്ല. എവിടേക്കായിരുന്നു ഇജ്ജ് കുട്ടീനൊന്ന് ചേർന്നിട്ട് എന്റെ കാര്യം മനസ്സിലാക്കിക്കോ. ഓളോട് ഒരു പാർസൽ അങ്ങ് പറയാം, പുട്ടും ബീഫും. ഇതൊക്കെ ഏത് നില തീറ്റാന്നുള്ളൊരു വർത്താനം തന്നെ. എന്തിട്ടാ ചെയ്യ, കുട്ടികളും ഉപ്പമാരും എല്ലാരും മുന്നൊരു ഇംഗ്ലീഷ് മീഡിയം. ജിന്നല്ല ഞാനാന്ന്. എനക്ക് എന്തിന്റെ കേടാ ചങ്ങായി, കൊറേ നേരമായല്ലോ തിരിഞ്ഞളിക്കണം. എനക്ക് എന്താണ്ടോ വേണ്ടത്? എന്തെന്നാ ഇങ്ങനെ കൂട്ടിവിടാ? അല്ല, ഈ നാടനായി കൂട്ടിൽ നിൽക്കണായി കൊറേ നേരമായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നേ. ഈരോടെ വീടാകുമ്പോ പല പ്രശ്നം ഉണ്ടാവും. അതൊക്കെ ഈ പരിഹരിക്കാൻ നിൽക്കുക. ആക്കിയുള്ള ഒരു പണിയും കഴിഞ്ഞ ഒരു കിടക്കും നോക്കുന്നത്. ഈ കണക്ക് എന്റെ വീട്ടിലല്ലോ ഈ കിടക്കൽ. ഇതിന്റെ വീട്ടിലെ ജനലോളം ഇങ്ങനെ എന്താ സുധിയെ ആ ചങ്ങായി കൂറ്റി കേട്ടിട്ട് വന്നോ? ഇവിടെ അങ്ങനെ പല വർത്താനം ഉണ്ടോ? ഒന്നാമത്തെ ഈ അയൽവക്കത്ത് എന്തെങ്കിലും നടക്കുമ്പോ എത്തി നോക്കാനുള്ള എന്താ അത്ര ഇത്? ഒന്നുമില്ല. കോയിക്കാളി രണ്ട് കുടി കോയിക്കാളി വർത്താനം. നിങ്ങളൊന്ന് മിണ്ടാണ്ടിക്ക്. ഒന്നാമത്തെ നിങ്ങളുടെ വർത്താനം കേട്ടിട്ടാണ് ആൾക്കാർ ഓരോരോ കാര്യം ഇതെങ്ങടാണ് ഇജങ്ങടാണ് നിങ്ങളുടെ തീരുമാനം മാറാണിച്ചാ അങ്ങോട്ട് വന്നോ. അപ്പൊ ഞാൻ ആലോചിക്ക ഇനി ഇങ്ങോട്ട് വരണോ വേണ്ടിയൊന്ന്. എന്നുവെച്ച് ഇങ്ങോട്ട് വന്നെ എന്റെ കുടുംബത്ത് കുത്തിരിക്കുള്ളോ. ആ ജാതി വാശൊന്നും വേണ്ടട്ടോ. വേഗം ഉണ്ടാക്കാടെ ഇല്ല. എന്നുവെച്ചിപ്പോ ഇന്റെ മോനെ ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിപ്പിക്കുള്ള അതിന് ഒരു മാറ്റമല്ല. എവിടെയും പഠിപ്പിക്കൂല. മലയാളം മീഡിയത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പഠിക്കുള്ളൂ എന്റെ കുട്ടി. എവിടെ കൊണ്ടായാലോ പിന്നെ കാണും. വണ്ടി കിട്ടുവോ? അത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓട്ടോ വരും, ഞാൻ അതിൽ കയറി പോയിക്കോളൂ. എന്നാ പിന്നെ മോള് പോണായിരിക്കും ഒരു പുട്ടും ബീഫും പാർസൽ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരുന്നു. നിങ്ങളുടെ അണ്ണാക്കിന് ഞാൻ പുട്ടും ബീഫും അങ്ങോട്ട് കുത്തി കയറ്റും. ഞാന് തല്ലൂടി പോണ ആൾക്കാരുടെ അടുത്താണ് പുട്ടും ബീഫും ചോദിക്കണേ. നിങ്ങൾക്ക് എന്താ വേണ്ടിച്ച് ഞാൻ അങ്ങോട്ട് മേടിച്ച് പണ്ടാറിറങ്ങൂലേ? ഓരോ വർത്താനങ്ങൾ പറഞ്ഞോണ്ട് വെറുതെ അല്ല. ഓള് ഇവിടെ കിട്ടും നിൽക്കണ സമയത്ത് നേരത്തിന് ചോറും ചായണ്ട് അതും ഇല്ലാണ്ടാക്കി നിങ്ങൾ തമ്മിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം ഒരു മലയാളം ഉളക്കമില്ല. ഒന്നാമത്തെ നിങ്ങൾ ഇങ്ങനെ ഏത് നേരം ഇങ്ങനെ 3-4 നേരം ഇങ്ങനെ തിന്നാൻ ചോദിച്ചിട്ട് തന്നെ ഓൾക്കൊരു വില ഇല്ലാത്തത്. പിന്നെ ഞാൻ കേസടിച്ച് അടക്കാം. അല്ല ഈ നേരത്തെ നക്കും ചെയ്യാം. ഞാൻ എന്താക്കിന്ന് പറഞ്ഞു അന്ന് ഞാൻ പൊന്ന് പോലെ നോക്കിയിട്ടല്ലോ ഈ നക്ക് തിന്നാൻ വെച്ചാൽ അവസാനം ഞാൻ കാട് വീടായപ്പോ ആശാരി പുറത്ത് 60-ാം വയസ്സിൽ അറിഞ്ഞ് ചത്തിയില്ലെങ്കിൽ 70-ാം വയസ്സിൽ നിങ്ങളെ കെറിഞ്ഞ് കൊല്ലുക. നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നാളി. ഇനി വർത്താനം വർത്താനം പറഞ്ഞോണ്ടിരിക്കാണ്. പിന്നെ വന്നോ ഓരോ ദിവസം കൊടുത്തു കൊല്ലി. ഇവിടെ ഒരു ചായ ഉണ്ടാക്കാൻ പോയിട്ട് എനിക്ക് പിന്നെ റോഡിൽ വെച്ച് കണ്ടിട്ട് കല്യാണം വിളിച്ചെന്ന് പറഞ്ഞ് വരാതിരിക്കരുത്. ഞാൻ വീട്ടിൽ പോയിരുന്നു, ആളില്ലാത്തോണ്ടാ കേട്ടാ. സത്യേട്ടം കണ്ടിട്ട് അപ്പൊ അങ്ങനെ ഇറങ്ങില്ല. വെള്ളം എങ്ങനെ എടുക്കണ? നമസ്കാരം. നമസ്കാരം. ഞാൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു.
കൊറേ ആയാലോ കണ്ടിട്ട്. എന്ത് പറയാനാ, ഓരോ അലച്ചിലല്ലേ. ആ ചെക്കന്റെ കല്യാണം ഒന്ന് സെറ്റായി. കല്യാണായി. അയ്യോ. നീ രക്ഷപ്പെട്ടു. ഈ പെമ്പിള്ളേരെ കെട്ടിക്കണേനും പാടാ ആമ്പിള്ളേരൊക്കെ പെണ്ണ് നോക്കണതേ. ശരിയത്. ഓ ഞാൻ അലഞ്ഞില്ലേ കൊറേ. ഞാൻ ഇപ്പൊ എന്റെ ചെറിയ ചെക്കൻ എത്ര സ്ഥലത്ത് പോയി പെണ്ണ് കണ്ടു. ആയോ? ഒന്നും ഓന് പിടിക്കുന്നില്ല. പിന്നെ ഈ കല്യാണം എന്ന് പറഞ്ഞ മേളിലൊരാളിരിപ്പുണ്ട്. ആള് തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ നടക്കൂ. കറക്റ്റ്. അത് ഇപ്പൊ വ്യാരിക്കണ കണ്ടില്ലേ, എന്തോരം നോക്കി. ഇച്ചിരി വൈകിയാണെങ്കിലും നല്ല തറവാട്ടിലാണ് ചെന്ന് കയറിയിരിക്കണം. നന്നായത്. നന്നായി. അപ്പൊ നന്നായി വരട്ടെ. വെള്ളം പറഞ്ഞോ? വെള്ളം പറഞ്ഞു. വെള്ളം എടുക്കപ്പെട്ട എന്താ എനിക്ക് ഉപ്പിട്ടൊരെണ്ണം എടുത്തോ. പിന്നെ സത്യേട്ടാ, ഈ കല്യാണത്തിന്റെ കാര്യം ഇപ്പോഴത്തെ അവർക്ക് 1-2 കാര്യങ്ങൾ അവർ പറഞ്ഞു. അവർക്ക് ഈ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ചടങ്ങ്, അതിന്റെ 2 ദിവസം മുന്നേ വേറൊരു ചടങ്ങ്. എന്താ ഹൽദിന്നോ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെ ഉണ്ട് ഇപ്പോഴേ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അതിലൊന്നും നമുക്ക്. പിന്നെ കല്യാണ മണ്ഡപമൊക്കെ അവർ ഉദ്ദേശിച്ച പോലെ എല്ലാം നടന്നോട്ടെ, അതിലൊന്നും കുഴപ്പമില്ലേ. പിന്നെ സ്ത്രീധനമായിട്ട് നമ്മളൊന്നും അങ്ങോട്ട് ചോദിച്ചില്ല. പക്ഷെ അവര് കുറെ എന്തൊക്കെയോ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ നമ്മുടെ പെങ്കൊച്ചിന് എന്തോ ഇച്ചിരി സ്ഥലവും അതും കൊണ്ട് പിന്നെ 100 പവൻ കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ അവരൊരു നമ്മുടെ വീടിന്റെ നമ്മുടെ വീട് പണിഞ്ഞില്ല ഞാനാ, അതിന്റെ കുറച്ച് ലോൺ ഉണ്ടായിരുന്നു, അത് അവരടച്ച് തീർക്കാന്ന് പറഞ്ഞു. 25 ലക്ഷം രൂപ. അല്ല അപ്പൊ അത് സ്ത്രീധനത്തിൽ പെടില്ലേ? അല്ല, അത് അവരൊരു സന്തോഷമായിട്ട്. ഞാനത് ചോദിച്ചു. അവൻ പറയേ അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട, നമ്മുടെ ഒരു സന്തോഷമാണ് അത്, അങ്ങനെ കൂട്ടണ്ട, നമ്മുടെ ഒരു സന്തോഷമായിട്ട് കൂട്ടിയാൽ മതി, അത് ഞങ്ങൾ ആ ലോൺ അടച്ച് തീർക്കും. അപ്പൊ പിന്നെ ഞാനതിനെതിരെ നിന്നുമില്ല. നീ വെള്ളം കുടിക്കുക, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട്. ഇങ്ങോട്ട് വന്നേ. അതായത് മന്മതാ, നിനക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്താ ചേട്ടാ? നമ്മളിപ്പോ പെണ്ണു വീട്ടുകാരുടെ കയ്യിൽ നിന്ന് 100 ഉറുപ്പ്യ വാങ്ങിക്കുന്നുള്ളൂ നോക്കി, അതും സ്ത്രീധനായിട്ട് കണക്കാക്കണം. അല്ല, നമ്മളൊന്നും ചോദിച്ചില്ലല്ലോ. ഒന്നും ചോദിക്കണ്ടല്ലോ. അപ്പൊ അവര് തരുന്ന സംഗതികളുടെ ഒക്കെ കാര്യം ഇപ്പൊ നീ പറഞ്ഞില്ലേ. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ വെച്ച വീടിന്റെ ലോണിന്റെ അടവ് പെണ്ണു വീട്ടുകാരാണ് എന്ന് വന്നു കഴിഞ്ഞാല് അത് എന്തുമാത്രം മോശമാണ്. നമ്മൾ വേറെ ഒരു വകയും ആയിക്കോട്ടെ. നീ 10-25 കൊല്ലം ഗൾഫിൽ പോയി അധ്വാനിച്ചു, പൈസയൊക്കെ ഉണ്ടാക്കി. ഈ ഇത്രയും പൈസയും സമ്പാദിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു മനുഷ്യന് സ്വന്തമായിട്ട് ഒരു വീട് വെക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും പെണ്ണു വീട്ടുകാരുടെ പിന്നെ സ്ത്രീധന പൈസ കൊണ്ടാണ് വീട് വെക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് 4 ആൾ അറിഞ്ഞ നാറ്റ കേസല്ലേ? അല്ലേ? തറവാട്ടിന് മോശമല്ലേ? അത് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞതാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ആ പുള്ളിക്കാരന് ഒരേ നിർബന്ധം, പെൺകുട്ടിയുടെ അച്ഛന്, ഞങ്ങളത് ചെയ്യും, ഞങ്ങൾ ഇതെങ്കിലും ചെയ്യും, നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ, ഞങ്ങൾ ഇത് ചെയ്യൂന്നും പറഞ്ഞിട്ട് പറയുമ്പോ പിന്നെ എനിക്കായിട്ട് അത് അങ്ങനെയല്ല. ഒന്നാമത് സ്ത്രീധനം എന്ന് പറയുന്നത് തന്നെ സാമൂഹ്യ വിപത്താണ്. ചെയ്തുകൂടാത്. എന്താ സ്ത്രീധനം? വീട്ടിലേക്ക് വരുന്ന സ്ത്രീയാണ് ധനം. നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് ഒത്തു കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു ഭാഗ്യമില്ല. അല്ല, കുട്ടി മിടിക്കുകയാണ്, നല്ല കുട്ടിയാണ്. പിന്നെന്താ, അത് പോരെ? പിന്നെ അവരുടെ മുതലും കൂടിയും കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോ വേറൊരു കാര്യം ആലോചിച്ചു നോക്ക്. ഇത്രയും സ്ത്രീധനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കല്യാണം കഴിച്ചു. എന്തെങ്കിലും ഒരു വിഷയം വീട്ടിനകത്ത് ഉണ്ടായി എന്ന് വരട്ടെ, അല്ല ഒന്നും ഉണ്ടായിട്ടല്ല, വല്ലതും സംഭവിച്ചാൽ ആദ്യം എന്ത് പറയും ഈ പെൺകുട്ടി? നിന്നോട് പറയും ഇറങ്ങ് പുറത്ത് നിന്ന്. അത് കേൾക്കേണ്ടി വരുമോ? ഈ സ്ത്രീധനം എന്ന് പറയുന്നത് അത്ര ചെറിയ സംഗതിയല്ല, അത് മാരകാണ്. ഇപ്പൊ നീ കല്യാണം കഴിച്ച സമയത്ത് നീ സ്ത്രീധനം വാങ്ങിച്ചോ? ഇല്ലല്ലോ. ഒരു താലിച്ചെയിൻ ഉണ്ടാക്കിയിട്ട് ഭാര്യയുടെ കഴുത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടല്ലേ നീ കൂട്ടിക്കൊണ്ടു വന്നത്? അങ്ങനത്തെ കുടുംബല്ലേ? അതും കൂടി നമ്മൾ നോക്കണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീധനം എന്ന് പറയുന്നത് പാപാണ്. നമ്മളൊക്കെ അല്ലേ സമൂഹത്തിന് മാതൃകയാവേണ്ട ആളുകൾ. അവര് തന്നെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. എനിക്കിപ്പോ നിന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. വെള്ളം കുടിക്കും. പട്ടാ മധുരം കൂടുതൽ ഇട്ടൂല്ലേ? ഇത്രയും വെള്ളം മധുരം ഒരുപാട് വെള്ളം. ഒരു ദിവസം ഒരു മനുഷ്യൻ 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാ പറച്ചില്. ഞാൻ 32 ലിറ്റർ ആയിപ്പോ ഒന്ന് കുടിക്കുന്നു. ഒരന്നം കഴിച്ചില്ല. ഇങ്ങനെ പോയാൽ ഞാൻ എന്താ ഇപ്പം ചെയ്യാ? എടോ, എന്തെങ്കിലും ആയോ?
എന്താണ് അപ്പൊ ഇന്ന് ഹർത്താലാണെന്നുള്ള ഇപ്പൊ ഇക്കറിയോ? ഈ ഹർത്താലാക്കണ്ട, ഈ ഇന്നെ അങ്ങോട്ട് ഹർത്താല് ഇങ്ങോട്ട് ഫ്രൈ ആക്കി തിന്നോട്. ആകെ ലേശം ചോടുണ്ട്, അതും ഈ കുടിച്ച് തീർത്തോ. ആയി കടിക്കുന്നതില്ല കൊതും കടിക്കും. എന്താണ് ചങ്ങായി എനക്ക് വേണ്ട? ഈ കുറച്ച് നേരമായാലും എന്താണ്ട് എന്റെ എന്താ പ്രശ്നം? ഹർത്താലല്ലേ? അതുകൊണ്ട് അല്ല ഞാൻ നിങ്ങളെന്താ കഴിച്ചു നോക്കണ്ടിട്ട് വന്നു. അത് നമ്മള് കഴിച്ചില്ലെങ്കിൽ എന്താ ഒരേ ബിരിയാണി വെച്ചിരുന്നു. അല്ലാ. അത് കഴിച്ച് തിന്ന് തീർന്നേരിയ നിങ്ങളെ പറ്റി ആരും. അത് ബിരിയാണി തിന്നത് ഈ തൊള്ളയോട് ഊതാൻ വന്ന എൻ്റെ അടുത്ത്. അതൊന്നല്ല കോയക്ക. അല്ല ഈ സുഗറച്ച ഇവിടുന്ന് പോയിനല്ലോ. അതായത് സുഗറച്ച പിണങ്ങി പോയല്ലോ. ആ പോയി. അത് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും തമ്മിലുള്ള കോംപ്ലിക്കേഷന്റെ പുറത്തല്ലേ അവര് പോയത്. അത് ചേർക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയത്തില്. അതാണ്. അപ്പൊ നിങ്ങളോട് ആരാ പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണ്ടത്? ആരും പറഞ്ഞില്ലടോ. പറയണ്ട, ഞാനറിയില്ല നിങ്ങളോട് പറഞ്ഞുള്ള കാര്യം. ആര് പറഞ്ഞു? പറഞ്ഞ് പറഞ്ഞേ എന്നോട് സത്യേട്ടൻ പറഞ്ഞു. എന്ത്? സത്യശീലല്ലേ അങ്ങടെ കൂട്ടുകാരെ. വിവരമുള്ള ആൾക്കാർ നമ്മളോട് ഒരു കാര്യം പറയുമ്പോ നമ്മളെ കൂട്ടാക്കണ്ടോ? അപ്പൊ എന്നെ ഞാൻ ചെയ്തല്ലോ. അതിന് ഇപ്പോൾ ഇത്ര തുള്ള എന്താണ്? അല്ല തുള്ളുന്നല്ല, നിങ്ങൾ സംഗതി അറിയും. എന്നാല് ഈ സത്യേട്ടന്റെ മോന്റെ മോനുണ്ടല്ലോ, ആ കുഞ്ഞൻ ഇംഗ്ലീഷ് മീഡിയത്തിലാ ചേർത്ത്. മോന്റെ മോനെ ആന്ന് ഞാൻ കഴിഞ്ഞ സത്യേട്ടൻ ചെയ്യൂല. ഇങ്ങളെന്നീ പറ. ഞാൻ എന്റെ മോനുണ്ടല്ലോ, എന്റെ മോൻ ഇംഗ്ലീഷ് മീഡിയത്തിലാ. അപ്പൊ ഞാൻ ഇന്നലെ മറ്റേ PTA കമ്മിറ്റി ഉണ്ട് അവിടെ പോയി. അന്നേരം സത്യേട്ടന്റെ മോന്റെ കുഞ്ഞിനും അവിടെ ഉണ്ട്. അവിടെ പഠിക്കണേ? പിന്നെ അല്ലാണ്ട് അല്ല മോനെ, നല്ല ആളെ ഉപദേശമാണല്ലോ ഈ കേട്ടത്. നിങ്ങൾ ഇന്നോട് ചൂടായിട്ട് എന്താ കാര്യം? അപ്പൊ അതിപ്പോ ഞാൻ ഉണ്ടാക്കിയ കാര്യമായി നിങ്ങൾ പറഞ്ഞ ചൂടാവൂലേ? ഈ കണ്ട ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് പിള്ളേരെ മലയാളം എടുത്ത് ചേർത്തല്ല. ആരാപ്പത് കോയേ? അല്ല, ദുബായ് ഷെയ്ക്ക്. ഈ വെറുതെ ചെറുത്തല്ലേ? ഈ എന്ത് പണിയാണ്ടോട് ചെയ്തത്? നിന്റെ കഞ്ഞൂടിയല്ലേ ഈ മുട്ടിച്ചത്? കഞ്ഞുടി കൂട്ടിക്ക്. പിന്നെ എനിക്ക് നേരത്തിന് ചോറും ചായ കിട്ടണം, അതില്ലാണ്ടായി. ഇപ്പൊ പറഞ്ഞു കൊടുക്കണം അവിടുന്ന്. നിങ്ങൾ പറഞ്ഞു തീർന്നിട്ട് കണ്ടപ്പോ സംസാരിക്കണേ. അതെ, നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങൾ മലയാളം മീഡിയത്തിൽ ചേർത്താൽ മതി, കുട്ടികളെ അസലായിട്ട് പഠിപ്പിക്കും, മഹാന്മാര് വരെ പഠിച്ചു വന്നായി മലയാളം മീഡിയത്തിലാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്റെ കുട്ടീനെ ഞാൻ അവിടെ കൊണ്ടുപോയി ആക്കിയത്. ഇപ്പൊ നിങ്ങളുടെ കുട്ടീനെ കൊണ്ടിട്ട് എവിടെ ആക്കിയത്? നിങ്ങളുടെ മോന്റെ കുട്ടീനെ ഇംഗ്ലീഷ് മീഡിയത്തിലാക്കിയില്ലേ? ഈ ജാതി വർത്താനങ്ങൾ പറയാൻ പാടുണ്ടോ? അത് നോക്കണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യയാണ് ഇതിന്റെ പേരിൽ പിണങ്ങി അവളുടെ വീട്ടിലേക്ക് പോയത്. എന്നിട്ട് ഇപ്പൊ എന്റെ മാപ്പാക്ക് 3 നേരം കഞ്ഞി കൊടുക്കാൻ പോലും ഒരു മനസ്സില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങള്. ഞാൻ ഈ ഇംഗ്ലീഷ് മീഡിയത്തിന് എന്നും എതിരാണ്. എന്നിട്ടപ്പൊ നിങ്ങളുടെ കുടുംബത്തുള്ള നിങ്ങളുടെ കുട്ടീനെ കൊണ്ടാക്കി അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യമില്ലാത്ത? ഞാൻ പറഞ്ഞാ കേൾക്കണ കുറെ ആളുകളോട് ഞാൻ കാര്യങ്ങൾ പറയാറുണ്ട്, അത് അവർ കേൾക്കാറുണ്ട്. അപ്പൊ ആ കൂട്ടത്തിലാണ് നിങ്ങളോടും പറഞ്ഞത്. അതിനകത്തൊന്നും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്റെ കുട്ടിയോട്, എന്റെ ചെക്കനോട് ഞാൻ എന്ത് പറഞ്ഞാലും അത് എടുക്കണ്ടേ? കേക്കില്ല. കേക്കില്ല. നിങ്ങളുടെ കൂടെ അല്ല അവര് ജീവിക്കണേ. നിങ്ങൾ എന്താന്നാ മുതല് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായിണ്ടാവും. അങ്ങനെയൊന്നും പറയല്ലേ. കുട്ടികൾ കേൾക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ കുട്ടികള് പറഞ്ഞു കേൾക്കാനില്ല പറഞ്ഞ കയ്യ അങ്ങോട്ട് വളർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലും ഞങ്ങളുടെ കുട്ടികളൊക്കെ മലയാളം മീഡിയത്തിലും. അത് തെറ്റൊന്നുമില്ല. ആര് പറഞ്ഞു തെറ്റില്ലാന്ന്? എന്റെ മോനെ അംബേദ്കർ എന്നുള്ള പടത്തിൽ മമ്മൂട്ടി ഇംഗ്ലീഷ് സംസാരിക്കണ മാതിരി പറയിപ്പിക്കണം എന്ന് വിചാരിച്ച ആളാണ് ഞാൻ. എന്റെ കുട്ടിക്ക് ഇനിയിപ്പോ ഞാൻ നല്ലാണ്ട് ഏതെങ്കിലും ഒരു 1-2 വാക്ക് ഇംഗ്ലീഷിൽ പറയാൻ കിട്ടുമോ? അതൊക്കെ കിട്ടും. എവിടുന്ന് കിട്ടാണ്? അല്ല, അതൊക്കെ കുട്ടികൾ പറയേ. എന്ത് പറയുന്നത്? വാർത്താലധികം പറയണ്ട. ഈ കൊടാന്ന് പറഞ്ഞാലേ കുത്തി പിടിക്കാനുള്ള, ഇങ്ങനെ പിടിക്കാനല്ല, ഇങ്ങനെയും പിടിച്ചു ഞാൻ. വേണ്ട അപ്പൊ എന്തിന് പറഞ്ഞതുകൊണ്ട് തല്ലിയിട്ട് കാര്യം? നമ്മുടെ കൊട നാശാവുന്നല്ലാണ്ട്. നിങ്ങൾ മേലാടി അത് വർത്താനം ഒരാളോട് പറയരുത്. ഇതിന്റെ കഞ്ഞൂടിയാൻ കൂട്ടി ചണ ഞാൻ വെറുതെ വിടൂല കേട്ടോ. വെറുതെ വർത്താനം. അല്ല പിന്നെ അല്ലാത്ത ഓരോ ഇടപാട് ചെയ്തു വെച്ചിട്ട് മോളെ, എന്റെ പീടിയിലത്തെ പുതിയ സെയിൽസ് ഗേൾ ആയതുകൊണ്ട് പറയുന്നതല്ല, നമ്മളെ കടയില് ആൾക്കാർ വരുമ്പോ നല്ല സമീപനായിരിക്കണം. ഞാനേ ചന്തയില് ചാന്ത്, കുപ്പിവള, ചെറിയ ചെറിയ കച്ചവടം ചെയ്ത ആളാ. ഇന്ന് വലിയൊരു സ്ഥാപനം ഉണ്ടാക്കിയത് എന്താ? നമ്മൾ ആത്മാർത്ഥമാണ്, മറ്റുള്ളവരോടുള്ള സമീപനം. അരവിന്ദ്, അപ്പൊ നമ്മള് ആദ്യപടി എന്തെങ്കിലും വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഫ്രീ അല്ല.
രാമേന്ദ്രേട്ടൻ ചോദിച്ചത് മൂന്നെണ്ണം ഇത് അതാണ് പിന്നെ ഫാൻസിയിൽ പുതിയ സ്റ്റാഫൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫാൻസിയിൽ പുതിയ സാധനവും വന്നിട്ടുണ്ട്, സ്റ്റാഫും വന്നിട്ടുണ്ട്. ഈ കുട്ടിയാണ് പുതിയ ആള്. എന്താ പേര്? ലക്ഷ്മി. ദൈവത്തിന്റെ ഒക്കെ പേരാ. അതെ ഈ കളർ നല്ല അല്ലേ? ആ നല്ല കളർ, നല്ല നല്ല മേച്ചാ. ഈ മൂക്കുമ്പിലിടുന്ന കമ്മലുണ്ടേനോ ഇവിടെ? ഉണ്ടല്ലോ. ഇപ്പൊ ഇങ്ങനെ മൂക്കുമ്പിലിരുന്ന് ഇവിടെ ഇടാലോ. നിങ്ങളതിന് എന്താണ്ട്? ഇതിന് 20 രൂപ. 20 കോസ്റ്റ്ലി ഇല്ല? എന്ത് കോസ്റ്റ്ലി? കോസ്റ്റ്ലി ഉണ്ട്. കോസ്റ്റ്ലി താഴോട്ടേക്ക് വരുമ്പോ കോസ്റ്റ്ലി ഐറ്റംസ് ആണ്. ഞങ്ങളവിടെയൊക്കെ മുകളിലേക്ക് വരുമ്പോ കോസ്റ്റ്ലി ആവുക. ആണോ? ഇതാണ് ഇതാണ് ഇത് മൂക്കുമ്പിൽ നിട്ടിരാൻ പറ്റുമോ? എങ്ങനെ? മറ്റേത് മോളെ ആ വള സീലിന്റെ ഇതേട്ടാ ഇത് വീട് എവിടെയാ? വീട് ഇവിടെ. ഞാൻ ചെറുപ്പൂര് ഇവിടെ താമസം. ഇവൾക്കാ അതിന്റെ പറഞ്ഞു മോളത് കേറില്ല ഒന്നൊന്ന് ആ വേണ്ട. ചേട്ടാ ഇവിടെ സൂക്കിയോട് കയറി കേട്ടോ. സുഖമില്ലാത്തവരോ 10% ഡിസ്കൗണ്ട് കൊടുക്കാം. പാവം ഇതല്ലാന്ന് ഒരുമാതിരി സുഖമില്ലേ പോലെ സാധനം മാണ്ട പോലെ. അതൊന്നും ഇല്ലേ? ഒന്നുമില്ല. കച്ചവടം കച്ചവടം വള എങ്ങനത്തെ വള ചേച്ചി? റെഡ് വള. ഈ സാരിക്ക് ഉടുക്കാൻ. സാരിക്ക് മാച്ച് ആയത് മതി. റെഡ് കളർ അല്ലേ? ഡാർക്ക് ആണോ ചേച്ചി? ഡാർക്ക് കളറാണോ? ഡാർക്ക് അത്ര വേണ്ട. അല്ല ഇങ്ങനത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കണത്. നമ്മൾ ഈ സാരിക്ക് ഇതുണ്ടോ ഒറ്റ വളയിട്ടൊക്കെ ഇടില്ലേ? ആ അതിന്റെ പുതിയൊരു സാധനം. ട്രെൻഡാണ്, പുതിയ സ്റ്റൈൽ ചേച്ചി. ഇത് കണ്ടോ? ട്രെൻഡ് സാധനം ഇത്രയല്ലോ കണ്ടോ? ഓക്കെ സൂപ്പർ. അടിപൊളിയാണ്. ഓ ഇങ്ങനെ ടൈറ്റ് ചെയ്യാമല്ലേ? അയ്യോ ഇഷ്ടത്തിനാക്കാം. കണ്ടോ ഭംഗി? അപ്പൊ നോക്കട്ടെ വേറെ ഇതിന്റെ വേറെ ഉണ്ടോ നോക്കട്ടെ. സിൽവർ ഉണ്ട്. ആ ഇതാണ് കുറച്ചുകൂടി. അതിന്റെ തന്നെ സിൽവർ ഉണ്ട് ചേച്ചി. എടുത്ത് കൊടുക്കുമോളെ. ആ ഇത് മതി മതി. രാത്രി കിടക്കുന്നതിന് മുമ്പ് കാവൽ മാലാഖെ പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞാ നീ കേക്കുവോ? അല്ല അതിനെവിടെ സമയം? രാത്രി മുഴുവൻ ഓരോ ദുഷ്ടകഥകൾ വായിച്ചു കിടക്കല്ലേ, പിന്നെങ്ങനെ രാത്രി കിടന്ന് സ്വപ്നം കാണാതിരിക്കും? ഞാനതിന് ഗ്രാൻഡ് പായേ സ്വപ്നം കണ്ടത്. ആ ചുമ്മാതല്ല, എങ്കി ഇതിനപ്പുറവും കാണും. ചെറുപ്രായത്തില് വല്ല ഡോൺ ബോസ്കോയുടെയോ സാവിയോയുടെയോ കഥകൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം ആ സിമെന്റും കമ്പി നാളെ പോയി എടുക്കാം. കഥകൾ പറഞ്ഞു പഠിപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞല്ലേ പണി തുടങ്ങുള്ളൂ. പിന്നെന്താ പ്രശ്നം? നിങ്ങളൊരു കാര്യം ചെയ്യാം, പൈസ കിട്ടും, അതാ നല്ലത്. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. രാവിലെ തന്നെ എന്റെ ആ വായിലിരിക്കുന്ന ശരി ശരി ശരി. സ്കൂളിൽ പോകാൻ വേഗം റെഡിയാവും. അല്ലാതെ പരീക്ഷണം നിരീക്ഷണം എന്ന് പറഞ്ഞു എന്റെ ദൈവമേ, 24 മണിക്കൂറും സീരിയൽ. നിന്റെ ന്യൂസ് ഒന്ന് വെച്ചേ. എല്ലാം നിന്റെ സാധനങ്ങൾ ഉപയോഗിച്ച് മതി. ഇതിനകത്തിരുന്ന മണ്ണെണ്ണ എന്താണ് ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കണത്? ഞാൻ അത് മുടങ്ങാതെ കാണാല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അല്ല ന്യൂസ് വെച്ചാൽ അതൊക്കെ വല്ലതും മനസ്സിലാവും. അത് നാളെ പത്രം വരുമ്പോ വായിച്ച പോരെ. മനസ്സിലാവില്ല. ഓ ഇൻവെസ്റ്റിഗേഷൻ പോലും. നീ ആ റിമോട്ട് എന്താണെന്ന് ഞാൻ അത് കണ്ടോണ്ടിരിക്കല്ലേ. ഇത് നിനക്ക് നാളെയും കണ്ടൂടെ? അപ്പൊ ഇത്ര നേരം സത്യം ഒന്നും കാണണ്ടായിരുന്നല്ലോ. എടി കുറച്ചു നേരം ന്യൂസ് കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ലെന്ന്. എനിക്ക് ന്യൂസ് കാണണ്ട, എനിക്കിപ്പോ ഇതാ കാണണ്ടത്. അപ്പൊ നിനക്ക് പകൽ ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ, ആ നേരത്ത് കണ്ടൂടെ? ഇത് ഇഷ്ടംപോലെ സമയം വെച്ചിട്ട് ഞാൻ അവിടെ വെറുതെ ഇരിക്കണോ? വീട്ടിലെ പണിയൊക്കെ തീർക്കണ്ടേ? നടത്തിയതാ, കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളൂ. അതങ്ങ് കാണിക്കില്ല. ഞാൻ അപ്പൊ ഇത് കാണാം. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അതിലും ന്യൂസ് ഉണ്ടാവും. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ന്യൂസ് ഉണ്ടാവും. ഇതിപ്പോ ഒരു അരമണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ. നീ അത് താടിയത് ഇല്ല തരില്ല. എന്താ തന്നാ നിനക്ക്? എനിക്കിത് കാണണോ തന്നെ? എനിക്ക് ന്യൂസ് കാണണപ്പോഴോ? ആ വേണ്ട, ന്യൂസ് കാണണ്ട. എനിക്ക് ന്യൂസ് കാണണമെന്ന്. എനിക്കിപ്പോ ഇത് കാണണന്നേ. അത് തിരക്കില്ലല്ലോ. ഇതിപ്പോ എന്താ അങ്ങനെ സ്വഭാവം? എന്റെ സ്വഭാവം ഇങ്ങനെയാ. അങ്ങനെ സ്വഭാവമായ പറ്റില്ലല്ലോ. പറ്റില്ല, കണക്കായി പോയി. എന്റെ ബോഡിയിൽ തൊടരുത്. നിന്നെ തൊട്ടാ എന്താ കുഴപ്പം? എന്നെ തൊടണ്ട. അത് തന്നെ എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ശരീരത്തെ തൊടണ്ട. എന്തൊരു മെനക്കെട്ട സ്വഭാവടി. ഇങ്ങനെ തന്നെയാ. സ്കൂളുകളിൽ ഒരുമിച്ച് നടക്കുന്ന എക്സാമിനേഷനാണിത്. എന്നാ നിന്നെ തൊട്ട് നീ എന്ത് ചെയ്യും? ഒന്നോടെ തൊട്ട് പഠിച്ചോ എക്സാം ഇനിയും തൊടും, ഇനിയും വേണമെങ്കിൽ തൊടും.
അവിടെ മിസ്സുമാരുടെ മുറിയില് മിസ്സുമാര് വലിയ ആലോചന. കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്കും ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്കും രണ്ടാം ഘട്ട അന്വേഷണം നീളും. തൃശൂർ ജില്ലയിലെ 5 സഹകരണ ബാങ്കുകൾ ഇഡിയുടെ അന്വേഷണ പരിധിയിലാണ്. തൃശൂർ സഹകരണ ബാങ്കുകൾക്ക് പിന്നാലെയാണ് പെരിങ്ങള്ളൂർ ബാങ്കിലേക്കും ഇഡി അന്വേഷണം വ്യാപിപ്പിച്ചത്. കഴിഞ്ഞ മാസം കേസിലെ പ്രതികളായ അരവിന്ദ എന്നിവരുമായി ഏറെ അടുക്കുന്നത്. നീ അവളെ തൊട്ടു എന്ന് കേട്ടു. കേട്ടത് നേരാ, തൊട്ടു. ഈ നാട്ടിലെ നല്ല തറവാട്ടി പറഞ്ഞ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയൊക്കെ ആലോചന വന്നിട്ടും എൻ്റെ അച്ഛൻ, അതായത് അവളുടെ അപ്പൂപ്പൻ, ആ മനുഷ്യൻ്റെ ഒറ്റ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് നിനക്ക് 100 പവനും നീ പറഞ്ഞ കാറും 10 ലക്ഷം രൂപയും തന്നിട്ട് വളരെ ആർഭാടമായിട്ട് ഞാൻ ഈ കല്യാണം നടത്തി തന്ന. അങ്ങനെയുള്ള എൻ്റെ മോളെ നീ തൊടും അല്ലേടാ? തൊട്ടെന്ന് പറഞ്ഞില്ലേ? അവളുടെ അനുവാദം കൂടാതെ തൊടണത് മര്യാദ ഇല്ലെന്നറിയാൻ പാടില്ല അളിയന്. 4 വർഷമായില്ലൂടെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ ഇല്ലാത്തൊരു കംപ്ലൈന്റ് ഇപ്പൊ എന്താ വരാൻ? 4 വർഷമായിട്ട് അവള് സഹിക്കായിരുന്നു അളിയന്റെ അച്ഛ. ഞങ്ങളോട് അവള് പറയാതെ ഒതുങ്ങായിരുന്നില്ലേ? എന്റെ അളിയ, അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പറയണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എഗ്രിമെന്റ് വെക്കണം, അവളുടെ അനുവാദം ഇല്ലാതെ അവളെ തുടരുതെന്ന് പറഞ്ഞിട്ട്. അതെന്താ നിങ്ങൾ വെക്കാതിരുന്നത്? അങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഒരു പൊതു നിയമമുണ്ട്. ഒരു സ്ത്രീയുടെ ദേഹത്ത് ഒരു പുരുഷൻ തൊടണമെങ്കിൽ അവളുടെ അനുവാദം വേണം. എന്താ മന്മത നീ പറയണേ? നീ നിന്റെ കമലാക്ഷിനെ സമ്മാനം ചോദിച്ചിട്ടാണോ തൊടാറ്? സുഗത, ഇപ്പൊ കമലാക്ഷിയുടെ പ്രശ്നം തീർക്കാനല്ലേ ഇവിടെ വന്നേക്കണേ. എന്റെ മോളുടെ പ്രശ്നം തീർക്കാൻ അത് പറയും. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായല്ലോ. ഇതിനിടയ്ക്ക് പല പ്രാവശ്യം ഞാൻ അവളെ തൊട്ടിട്ടില്ലേ? ഇത് മുഴുവൻ അവളുടെ സമ്മതം ചോദിച്ചിട്ടാണോ? അവള് പറയട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ എന്നെ തൊടരുത് എന്ന്. അപ്പൊ മനഃപൂർവ്വല്ലേ നിങ്ങള്? ഞാൻ എങ്ങനെയാ നിന്നെ തൊട്ടതെന്ന്? എന്തിനാ എന്നെ തൊട്ടേന്ന്? എങ്ങനെ തൊട്ടാലും അവളെ അനുവാദം ഇല്ലാതെ നീ തൊട്ട എന്തിനാ? എന്താടാ നീയൊന്നും ഉണ്ടായി നിൽക്കണേ? ഞാനിപ്പം വേണ്ടിട്ട് എന്താ കാര്യം? ഞാൻ അന്ന് ഈ ആലോചന വന്നപ്പോഴേ പറഞ്ഞത് ഇത് നമുക്ക് പറ്റിയതല്ലെന്ന്. ആ പറ്റിയതല്ലെങ്കിൽ വേണ്ട, അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ എന്നും വന്നിട്ട് എന്റെ ഭാര്യനെ ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കാൻ ഒരു ഭാര്യയുള്ള ഭർത്താവനല്ല അവൻ. അങ്ങനെ ഒരു ഭാര്യ ഇവിടെ വേണ്ട. നിങ്ങൾ അവളെ കൊണ്ട് പൊക്കോ. അച്ചടക്കത്തിൽ വളർത്തിയ പിള്ളേരെ തുടരണമെങ്കിൽ അങ്ങനെയൊക്കെ ചില മര്യാദകൾ. ഭർത്താവ് ഭാര്യ തൊടണമെങ്കിലോ? എടോ, അങ്ങനെ സമ്മതില്ലെങ്കിൽ നിങ്ങൾ അറിയിക്കോന്ന്. അതെ, ആരാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്റെ മോക്ക് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു വെച്ചു കൊടുത്ത വീടായത്. അതെ, നീ നിന്റെ മകൾക്ക് വീട് വെക്കാൻ കാശ് കൊടുത്തു. ഞാൻ എന്റെ മകനെ കൊടുത്ത സ്ഥലത്താ ഈ വീട് വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തിനു ഇവിടുന്ന് പോകണം? വീട് പുഴക്കി കൊണ്ടുപോകാത്ത സ്ഥലം ഞങ്ങളുടെ. ഇറങ്ങണേന്ന് നമുക്കൊന്ന് കാണാലോ. ഞങ്ങൾക്കും താല്പര്യം ഉണ്ടായില്ല അളിയന് കെട്ടിച്ചു തരാൻ. എന്റെ അപ്പൂപ്പൻ ഒറ്റൊരുത്തം കാരണമാണ് നിങ്ങക്ക് കെട്ടിച്ചു തന്നത്. അതെ, ഞാൻ എന്റെ അച്ഛനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അച്ഛൻ നാളെ ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് രണ്ടിലൊന്ന് തീരുമാനിക്കാം. നാളെ തന്നെ തീരുമാനിക്കണം. നാളെ എപ്പോ തീരുമാനിച്ചു? ഇവള് ഇവിടെ നിന്ന് ഇറങ്ങൂല. അങ്ങനെ രണ്ടുപേരും ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണ്ട. അത് നിങ്ങൾ നാളെ അറിയണം. അവൻ എന്റെ മോളെ തൊടാൻ വന്നിരിക്കുന്നു, ഒരു പണിത്താവ്. ഇതാണ് വീട്. ഇറങ്ങി. അല്ല ഇതൊക്കെ ഇതെന്താ ഇറങ്ങി. നമുക്ക് മറ്റേത് റിപ്പോർട്ട് ചെയ്യണ്ടേ? ഏത്? നാട്ടില് കടുവ ഇറങ്ങിയേ. കടുവയൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനെക്കാട്ടും വലിയ എക്സ്ക്ലൂസീവ് ആണ് ഇത്.
ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്, അവിഹിതാണ്. അവിഹിതം? ആ, ഇതിനാണ് നമുക്ക് ആളെ കിട്ടുക, പ്രേക്ഷകർ ഇതിനാണ് കൂടുക. ഈ ക്യാമറ എടുത്തേക്ക്, വൈകൊണ്ട ഇവിടെ ആരും ഇല്ല, വേഗം എടുത്തോ. ആരും കാണുന്നില്ലല്ലോ. ആരും വേണ്ട, ഒരു ഉള്ളിൽ ചർച്ചയില്ല, ഞാൻ പറഞ്ഞോളാം. എന്താ പ്രശ്നം? എന്താ ഇത് അവിഹിതടാ. ഭാര്യന്റെ സമ്മതം ഇല്ലാണ്ട് ഭർത്താവ് ഭാര്യനെ തൊട്ടു എന്നുള്ളതാ സംഭവം. തൊടാൻ പാടില്ല, അങ്ങനെ നിയമമുണ്ട് ഇപ്പോ. അങ്ങനെ തൊടാൻ പാടില്ല. സ്വന്തം ഭാര്യയാണെങ്കിൽ തൊടാൻ പാടില്ല. അതിന്റെ പേരിലെ പാടില്ല ലഹളം നടക്കണം. നീ എടുത്തോ, ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഓക്കെ അല്ലേ? നമസ്കാരം. വളരെ എക്സ്ക്ലൂസീവായ ഒരു ന്യൂസുമായിട്ടാണ് ഫിഷ് ടി വി ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉട്ടോപ്യ കടവിലാണ്. ഉട്ടോപ്യ കടവിൽ സത്യശീലന്റെ വീട് നിങ്ങൾക്ക് പുറകിൽ കാണാൻ സാധിക്കും. സത്യശീലൻ എന്നൊരു വ്യക്തിയുടെ വീടാണിത്. ഈ വീട്ടിൽ നിന്ന് നടന്ന സംഭവം ഇത്രമാത്രമാണ്. തന്റെ അനുവാദമില്ലാതെ ഭർത്താവ് ഭാര്യയുടെ ശരീരത്തിൽ കൈവച്ചു, തൊട്ടു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഭർത്താവിന്റെ പേര് സത്യശീലൻ എന്നാണ്, ഭാര്യയുടെ പേര് മണ്ടോദരി എന്നാണ്. വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഈ ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോൾ വളരെ ശത്രുതയിലാണ്. ബന്ധുക്കളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു തൊടൽ വലിയ ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഡൈവേഴ്സിലേക്ക് എത്തുമോ മറ്റെന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറാമാൻ സ്വരൂപിനോടൊപ്പം മൊയ്തു. ചേട്ടാ, ചെറിയ കോമഡി സെന്റ്. അതല്ല കോമഡി അല്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം. അതില്ല, നമ്മളായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം. ചേട്ടാ, ഇത് നോക്കി, ഈ ചേച്ചിനെ കണ്ടാ? ഈ ചേച്ചിയില്ലേ, ഈ ചേച്ചിയുടെ അനുവാദം ഇല്ലാണ്ട് ഈ ചേച്ചിയുടെ ഭർത്താവ് ഈ ചേച്ചിനെ തൊട്ട്. അതിനാണ് ഇവരെ കിടന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ എന്ത് വേണം? ഈ ചേച്ചി എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ ഈ ചേച്ചീനെ? കണ്ടിട്ടുണ്ടല്ലോ. ഈ ചേച്ചിയാണ് കുറച്ചു ദിവസം മുമ്പ് ഈ കടയിൽ വന്നത്. അപ്പൊ ചേട്ടൻ ഈ ചേച്ചിക്ക് വളയിട്ട് കൊടുത്തില്ലേ കയ്യില്? കൊടുത്തല്ലോ. വളയിട്ട് കൊടുത്തപ്പോ തൊട്ടില്ലേ? കഴിഞ്ഞ 2 ദിവസമായി ഉട്ടോപ്യക്കടവിലെ ചർച്ചാ വിഷയം സ്വന്തം ഭാര്യയെ അനുവാദമില്ലാതെ ഒരു ഭർത്താവ് സ്പർശിച്ചു, തൊട്ടു എന്നുള്ളതാണ്. ഇതുവരെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. 2ാം ദിവസത്തിലേക്ക് പ്രശ്നം എത്തിയിരിക്കുകയാണ്. ചർച്ചകൾ നിരവധി നടക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടുകാർക്ക് പലതും പറയാനുണ്ട്. അവരിലേക്ക് നമുക്ക് പോവാം, അവരോട് ആരായാം. പറയൂ, ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സ്ത്രീകള് അമ്മയാണ്, പെങ്ങളാണെന്നൊക്കെ പറയുമ്പോഴും ഈ 2023 സ്ത്രീകളുടെ മോശാവസ്ഥയെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളത്. അതെ, ഈ 2023 ഒരു സ്ത്രീയുടെ മോശാവസ്ഥയെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുന്നു. ബാക്കി പറയൂ. നമ്മളിപ്പോ തുല്യതയുടെ കാര്യം പറയുന്നുണ്ട്. എവിടെയാണ് ശരിക്കും സത്യത്തിൽ ഈ തുല്യതയുള്ളത്? നമ്മളിപ്പോ പുരുഷന്മാർ ധരിക്കുന്ന രൂപത്തിൽ ഒരു ഡ്രസ്സ് ധരിച്ച് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എത്രയായിരം കണ്ണുകളാണ് അവരുടെ മേലെ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു 4 മിനിറ്റ് അവരെ മോശമായ രീതിയിൽ നോക്കുന്നത് തന്നെ അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച്, പീഡനങ്ങളെ-കുറിച്ച് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ? വളരെ സന്തോഷം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്താ താങ്കളുടെ പേര്? എന്റെ പേര് ബേബി. ബേബി പറയൂ. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി നിമിത്തം ഓരോ സമയങ്ങളിലും സമുദ്രനിരപ്പ് ഉയരുന്നു. ഇതാണ് വേലിയേറ്റം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാല് പണ്ട് കവികൾ എഴുതിയിട്ടുണ്ട്. എന്താണ്, പെണ്ണായി പിറന്ന ഉദയഭാനുവിന്റെ പഴയൊരു പാട്ടുണ്ട്. അമ്മ എന്ന അമ്മയെ കാണാൻ നട പടത്തിൽ പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരുവോളം കണ്ണീര് കുടിക്കാനോ അന്നേ എഴുതി വെച്ച സംഭവങ്ങളാണ്. പിന്നെ കടലിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെ പേരല്ലേ കടലെ, അതായത് കടൽ അമ്മ. പുഴകളെ പറ്റി പോയത് ഗംഗ, യമുന, സരസ്വതി. കടൽ അച്ഛൻ നിങ്ങൾ കേട്ടിരിക്കണം. അത്രത്തോളം നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ പേരിടുന്നത്. അപ്പൊ താങ്കൾ ആരോടൊപ്പമാണ്? ഞാൻ മണ്ടോദരിയോടൊപ്പമാണ്. താങ്കൾ മണ്ടോദരിയോട്. കണ്ടോ, എല്ലാവരും ഒരുവിധം ആളുകൾ മുഴുവൻ സ്ത്രീപക്ഷത്താണ് നിൽക്കുന്നത്. കൊടുമ്പിരി കൊണ്ട ഒരു ചർച്ച ഇന്ന് സത്യശീലന്റെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ സത്യശീലന്റെ വീട്ടുകാരും മണ്ടോദരിയുടെ വീട്ടുകാരും പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ടോദരിയുടെ അച്ഛന്റെ അച്ഛൻ, നല്ല പ്രായമുള്ള ഒരു വ്യക്തി, ഇദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, മിസ്റ്റർ രാഘവൻ. അദ്ദേഹവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായി തീരുമെന്ന് നമുക്ക് കാത്തിരിക്കാം, കാണാം.